നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വാർത്തകളിലേക്ക്. മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് മലയാളികൾക്കിന്ന് പൊന്നോണം. തിരുവോണ ദിനത്തിൽ ആഘോഷത്തിന്റെ നിറവിലാണ് നാടും നഗരവും. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ്. പക്ഷേ കാർമേഘങ്ങൾ നിറഞ്ഞ തണുത്ത പുലരിയിലേക്കാണ് ഇത്തവണ തിരുവോണ ദിനത്തിൽ മലയാളികൾ കണ്ണു തുറന്നത്. മഴയാണെങ്കിൽ എന്ത്, ഓണമല്ലേ, ആഘോഷത്തിന്റെ പൊലിവ് ഒട്ടും കുറയില്ല. അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ പാരമ്യത്തിലേക്ക് എത്തുകയാണെന്ന്. കാലമെത്ര മാറിയാലും ഓണാഘോഷത്തിന്റെ ശീലങ്ങൾ മാറ്റാനൊക്കുമോ? കള്ളവും ചതിയുമില്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളികളുടെ ഗൃഹാതുരിത യാത്ര കൂടിയാണ് ഓണം. ഓണക്കോടിയെടുത്ത് പൂക്കളമൊരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ്. രുചിഭേദങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂഷനിരയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ്. വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുമുണ്ട്. അറ്റുപോകാതെ തലമുറകൾ കൈമാറി വരുന്ന ഓണക്കളികളും ആഘോഷത്തിന് നിറം പകരുന്നു. ഓണം കേവലം ഓർമ്മകളുടെ ആഘോഷം മാത്രമല്ല, സ്നേഹവും കരുണയും സാഹോദര്യവും എല്ലാ ദിവസവും കാത്തു സൂക്ഷിക്കണമെന്ന തിരിച്ചറിവ് കൂടിയാണ്. നല്ല ഭൂമിയും നല്ല വായുവും മതിൽക്കെട്ടുകളില്ലാത്ത മനസ്സുകളും ഉള്ളവനോടുള്ള കരുതലും പങ്കുവെക്കലും ഉൾപ്പെടെ മലയാളികളുടെ എക്കാലത്തേക്കുമുള്ള മടങ്ങിവരവും തീർത്ഥാടനവുമാണ് തിരുവോണം. സങ്കടങ്ങളും ദുരിതങ്ങളുമില്ലാത്ത സാഹോദര്യത്തിന്റെ 1000 തിരുവോണങ്ങൾ പുലരട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ CCTV പ്രേക്ഷകർക്കും ഓണാശംസകൾ. കാലാതീതമായ ദർശനങ്ങളിലൂടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷിക ദിനമാണെന്ന സവിശേഷതയുമുണ്ട് ഇക്കുറി. പ്രവാചക പ്രേമത്തിന്റെ ഇശലുകൾ നാടാകെ പരന്നൊഴുകുന്ന പുണ്യദിനം. ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. റബിയുൽ അവൽ 1 മുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത്. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചാണ് മീലാദാഘോഷം. സമസ്ത EK വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള സുന്നി മഹൽ ഫെഡറേഷൻ 3 മാസം നീളുന്ന മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തിരുവസന്തം 1500 എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനുണ്ട്. 13-ന് രാജ്യാന്തര മീലാദ് സമ്മേളനവും കോഴിക്കോട് നടത്തും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നബിദിനാഘോഷങ്ങൾ താലൂക്ക് തലങ്ങളിലാണ് നടക്കുന്നത്. റബിയുൽ അവൽ മാസം അവസാനിക്കുന്നതുവരെ കേരളത്തിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ മീലാദ് പരിപാടികൾ തുടരും. പൊന്നോണവും മിലാദും ഒന്നിച്ചെത്തിയ ദിനത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി ക്ഷേത്ര ഭരണസമിതി ഒറ്റപ്പിലാവിൽ നടന്ന നബിദിന റാലിയെ പാലട പ്രഥമനടക്കം വിളമ്പിയാണ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്ര കമ്മിറ്റി സ്വീകരിച്ചത്. ഒറ്റപ്പിലാവ് മഹലും നൂറുൽ സലാം മദ്രസ വിദ്യാർത്ഥികളും ചേർന്നു നടത്തിയ നബിദിന സന്ദേശ റാലിക്ക് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്ര കവാടത്തിലാണ് ക്ഷേത്ര ഭരണസമിതിയും ദേശവിളക്ക് കമ്മിറ്റിയും ചേർന്ന് ഊഷ്മളമായ സ്വീകരണം നൽകിയത്. തക്ബീർ വിളികളും കോൽക്കളിയും ദഫ്മുട്ടുമായി അണിനിരുന്ന നബിദിന സന്ദേശ റാലിയെ പാലട പ്രഥമനും മിഠായികളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യ സ്നേഹത്തിന്റെയും മാതൃകയായി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി KV ചന്ദ്രദാസൻ, ട്രഷറർ ഐനിക്കൽ വിശ്വനാഥൻ, ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ അജീഷ്, ചന്ദ്രദാസൻ, വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണത്തിന് മഹല്ല് പ്രസിഡന്റ് നാലകത്ത് NA ഉസ്മാൻ, സെക്രട്ടറി VA ജബ്ബാർ, കമ്മിറ്റി അംഗങ്ങളായ PM മുഹമ്മദ് അലി, BA നസീർ, VA ഹുസൈൻ, C ഷെരീഫ്, KH ലത്തീഫ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി. പൊതിയഞ്ചേരിക്കാവ് ദേശവിളക്കിന്റെ താലം വരവിന് ഒറ്റപ്പിലാവ് പള്ളിക്ക് മുൻപിൽ ശീതളപാനീയങ്ങളും ലഘുഭക്ഷണവും നൽകി ഊഷ്മളമായ സ്വീകരണമാണ് വർഷങ്ങളായി മഹല്ല് ഭാരവാഹികൾ നൽകി വരുന്നത്. തിരുവോണ ദിനത്തിൽ കുന്നംകുളം നഗരസഭയ്ക്ക് മുന്നിൽ സാമൂഹ്യ പ്രവർത്തകന്റെ ഏകാംഗ നിരാഹാര സത്യാഗ്രഹ സമരം. ലഹരി മരുന്നുപയോഗം വ്യാപകമാകുന്നതിലും കുന്നംകുളം നഗരസഭയിലെ 17, 18, 19, 24 എന്നീ വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു നിരാഹാര സമരം. ജില്ലാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ മെമ്പർ വിൽസൺ പണ്ടാരവളപ്പിൽ നിരാഹാരമിരിക്കുന്ന സുഭാഷിന് മാല ചാർത്തിക്കൊണ്ട് സമരം ഉദ്ഘാടനം ചെയ്തു. CMP കുന്നംകുളം ഏരിയ സെക്രട്ടറി
ജയസിംഗ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അയ്യപ്പ സേവാ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷാജി, കിസാൻ സംഘം ഭാരവാഹിയും SNDP കാണിപ്പയൂർ വെസ്റ്റ് ശാഖ ഭാരവാഹിയുമായ തോപ്പിൽ ഷാ, ഗുരുവായൂർ നഗരസഭ മുൻ കൗൺസിലർ മേഴ്സി ജോയ് എന്നിവർ സംസാരിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടത്തുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മദ്രാസ് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ പിലക്സിനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ VM സമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തി. ഫാദർ ജോൺ ഐസക് സന്നിഹിതനായിരുന്നു. കുർബാനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ധ്യാനയോഗത്തിലും ഒട്ടേറെ വിശ്വാസികൾ പങ്കാളികളായി. ഇടവകയുടെ സൺഡേ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഫ്രണ്ട്സ് ഇൻ ഫെയ്ത്തിന്റെ ലോഗോ പ്രകാശനം തിരുമേനി നിർവഹിച്ചു. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി CI റെജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. പഠിച്ച വിദ്യാലയത്തിൽ തന്നെ അധ്യാപകരായി സേവനം അനുഷ്ഠിച്ചതിന്റെ ആത്മസായുജ്യത്തിൽ അധ്യാപക ദമ്പതികൾ പഴഞ്ഞി മൂലേപ്പാട്ട് സ്വദേശികളായ ജോബുട്ടി മേരി രാജി ദമ്പതികൾ തലമുറകളുടെ ജീവിതത്തിൽ അക്ഷര വെളിച്ചം പകർന്ന ശ്രേഷ്ഠരായ ഗുരുനാഥരാണ്. റിപ്പോർട്ടിലേക്ക്. പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും പിന്നീട് ഇതേ വിദ്യാലയത്തിൽ അധ്യാപകരുമായതിന്റെ അപൂർവതയുണ്ട് ഈ ദമ്പതികൾക്ക്. വിദ്യാർത്ഥികളായി ഒരേ സ്കൂളിൽ പഠിച്ച ഇവർ പിന്നീട് ജീവിത പങ്കാളികളായി മാറി. പഴഞ്ഞി, കാഞ്ഞിരമുക്ക്, കൊള്ളന്നൂർ, മൂലേപ്പാട്ട്, ചേറപ്പൻ, തേത്തു ദമ്പതിമാർക്ക് കൃഷിയിൽ അധ്വാന ജീവിതം നയിക്കുമ്പോഴും മക്കളെ പഠിപ്പിച്ച് മുന്നോട്ട് നയിക്കണമെന്നതായിരുന്നു സ്വപ്നം. മൂത്ത സഹോദരി മോളുകുട്ടി അധ്യാപികയായിരുന്നു. ഇവരുടെ പാത പിൻപറ്റിയാണ് ജോബുട്ടി പിന്നീട് അധ്യാപകനായത്. കാഞ്ഞിരമുക്ക് LP സ്കൂൾ, പെങ്ങാമുക്ക് ഹൈസ്കൂൾ, ശ്രീകൃഷ്ണ കോളേജ്, ഫറൂഖ് B.Ed കോളേജുകളിലെ പഠനശേഷം 1976 പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ബയോളജി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 31 വർഷത്തെ സേവനത്തിനുശേഷം മാഷ് 2007 വിരമിച്ചു. പെങ്ങാമുക്ക് പുലിക്കോട്ടിൽ ചാക്കോരു എളച്ചാർ ദമ്പതിമാരുടെ 3 പെൺമക്കളിൽ മൂത്ത മകളായ മേരി രാജി അധ്യാപികയായ മാതാവിന്റെ ജീവിതം ഹൃദയത്തിൽ പ്രകാശമായി പകർത്തിയാണ് ആ പാത പിന്തുടർന്ന് സ്കൂളിലെ ഗണിതാധ്യാപികയായത്. 1981 താൻ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ഗണിതാധ്യാപികയായി സേവനം തുടങ്ങിയത്. 34 വർഷത്തെ സേവനത്തിനിടെ 2 തവണ പ്രധാനാധ്യാപിക തസ്തിക നിരസിച്ച് മറ്റധ്യാപകർക്ക് അവസരം നൽകിയ ഈ അധ്യാപിക 2015 വിരമിച്ചു. ക്ലാസ് മുറികളിൽ ഗണിതാധ്യാപികയുടെ അക്കങ്ങളും ജീവശാസ്ത്രം അധ്യാപകന്റെ ജീവന്റെ പാഠങ്ങളും പുസ്തകങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ ജീവിതങ്ങളിലേക്ക് അനന്തമായി ഒഴുകിയ സ്നേഹത്തിന്റെ പാഠങ്ങളായിരുന്നു. പഠിച്ച വിദ്യാലയത്തിലെ അധ്യാപനം ശ്രേഷ്ഠമായ അനുഭവമായിരുന്നുവെന്ന് മേരി രാജി ടീച്ചർ പറഞ്ഞു. അവര് വരികയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളായിട്ടും ഫോറിനായിട്ടുള്ള സാധനങ്ങളായിട്ടും ഇതിലെല്ലാം ഇവിടെ ഇഷ്ടംപോലെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്കുള്ള സാധനങ്ങളും ഇഷ്ടംപോലെ വരും. വിദ്യാർത്ഥികൾ വരാത്തൊരു മാസം ഉണ്ടാവില്ല. ആരെങ്കിലും എവിടെന്നെങ്കിലും അന്വേഷിച്ച് പിടിച്ചെത്തിണ്ടാവും. ഒരുപാട് ശിക്ഷകരുണ്ട്. അതുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഉള്ള സന്തോഷം. അതാ മക്കളേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളെ ഞങ്ങൾ തന്നെ പോഷിപ്പിച്ച് കൊണ്ടാക്കണം എല്ലാ കാര്യത്തിനും. ഇനിയിപ്പോൾ പിള്ളേരില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കണതും ഒക്കെ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി, എല്ലാം എത്തിച്ചേരുള്ളൂ. ഒരു കാര്യത്തിന് ഇവിടുന്ന് ഇറങ്ങണ്ട. വലിയ സന്തോഷമാവില്ല. അവരെ പറയാനാണ് 100 നാവ് എന്ന് പറയില്ലേ. വിശ്രമ ജീവിതം നയിക്കുമ്പോഴും പലവിധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് ഇവർ. പഴഞ്ഞി സെന്റ് മേരീസ് നഗറിലെ വീട്ടിലുള്ള പൂന്തോട്ട പരിപാലനമാണ് ഇപ്പോഴത്തെ ഹോബി. തിരുവോണവും നബിദിനവും അധ്യാപക ദിനവും ഒരുമിച്ചെത്തിയ നാളിൽ പഴയ അധ്യാപന ജീവിതത്തിന്റെ അനർഘ നിമിഷങ്ങളുടെ നിർവൃതിയിൽ കഴിയുകയാണ് ഈ ഗുരുനാഥർ. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിമാസ ഏകദിന സുവിശേഷ യോഗം സെപ്റ്റംബർ 7 ഞായറാഴ്ച കുന്നംകുളത്ത് നടക്കും. വൈകിട്ട് 4 മുതൽ 6 മണിവരെ വടക്കാഞ്ചേരി റോഡിലെ മുക്കണ്ടത്ത് ബിൽഡിംഗിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിലാണ് യോഗം. ബിജു കുര്യാക്കോസ്, ബിജി എബ്രഹാം എന്നിവർ സന്ദേശം നൽകും. എല്ലാ 1 ഞായറാഴ്ചയും ഇതേ സ്ഥലത്ത് വെച്ച് ഏകദിന സുവിശേഷ യോഗം ഉണ്ടായിരിക്കുമെന്നും വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കോർഡിനേറ്റർ CB സിബിൻ അറിയിച്ചു. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദൈവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള പുതിയ കപ്പേളയുടെ ആശീർവാദം നടന്നു. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ആശീർവാദം നിർവഹിച്ചു. തുടർന്ന് ആഘോഷപൂർവ്വമായ കുർബാനയും നൊവേനയും ഉണ്ടായി. വികാരി ഫാദർ പോൾ അറക്കൽ, കൈക്കാരന്മാരായ പോൾ മണ്ടുമ്പാൽ, ഷാജി മേഞ്ചേരി, സജി മഞ്ഞപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി.
നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മേഖലയിൽ മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. മൗലിദ് സദസ്സുകൾ, പ്രഭാഷണ പരമ്പര, കുട്ടികളുടെ കലാപരിപാടികളടക്കം അനുബന്ധ പരിപാടികളുമുണ്ടായി. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്രസത്ത് നൂറാനിയയിൽ മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ് പതാക ഉയർത്തി. ത്വാഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുഹസിൻ ഹാഷിമി പ്രാർത്ഥന നടത്തി. മഹല്ല് ഖത്തീബ് അത്തീഖുർ റഹ്മാൻ ബാഖവി റാലി ഉദ്ഘാടനം ചെയ്തു. ദഫ് സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം മസ്ജിദിൽ റാലിക്ക് സ്വീകരണം നൽകി. മധുര വിതരണം നടന്നു. ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് സുഹരി നന്മാറ, പ്രസിഡന്റ് KP ഷൗക്കത്ത് അലി, സെക്രട്ടറി KV ഹൈദർ തുടങ്ങി കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. റാലി എരുമപ്പെട്ടി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ സമാപിച്ചു. തുടർന്ന് നേർച്ചഭക്ഷണ വിതരണം നടന്നു. മഹല്ല് സെക്രട്ടറി MM നിഷാദ്, ഭാരവാഹികളായ കബീർ മിലാനോ, MM ഇല്യാസ്, PS ഷാക്കിർ, സദർ മുഹമ്മദ് കുഞ്ഞിദാരിമി, അസിസ്റ്റന്റ് മുഹമ്മദ് ബാഖവി തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിത്തടം മഹല്ല് സ്വാഗത സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും കലാപരിപാടികളും നടത്തി. മഹല്ലിന് കീഴിലുള്ള വിവിധ മസ്ജിദ്, മദ്രസ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. പന്നിത്തടം ജുമാ മസ്ജിദിൽ നിന്നാരംഭിച്ച റാലി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് മസ്ജിദിൽ സമാപിച്ചു. ദഫ് സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. വിവിധ സംഘടനകൾ റാലിയെ സ്വീകരിച്ച് മധുരം വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ സിംല ഹസൻ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ അബൂബക്കർ പുരളിയിൽ, ജനറൽ കൺവീനർ മുഹമ്മദ് അലി ലത്തീഫി, വർക്കിംഗ് കൺവീനർ SP ഉമർ മുസ്ലിയാർ, കോർഡിനേറ്റർ VS അബൂബക്കർ, റാലി കൺവീനർ സത്താർ നീണ്ടൂർ, ട്രഷറർ ഉസ്മാൻ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. നബിദിനാഘോഷവും ഓണാഘോഷവും ഒന്നായതോടെ മതസൗഹാർദ്ദത്തിന്റെ സംഗമവേദിയായി പുന്നയൂർക്കുളം. നബിദിനാഘോഷത്തിന് സ്വീകരണം നൽകിയത് മഹാബലി കോറോത്തയിൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലിയാണ്. നാട്ടുകാർക്ക് നവ്യാനുഭൂതിയായി മാറിയത്. മഹല്ല് നിവാസികളായ കുട്ടികളും രക്ഷിതാക്കളും ഉസ്താദുമാരും അണിനിരന്ന ഘോഷയാത്ര പുന്നൂക്കാവ് സെന്ററിൽ എത്തിയപ്പോഴാണ് വാരിയേഴ്സ് പുന്നൂക്കാവ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷവുമായി സംഗമിച്ചത്. ഇതോടെ മാവേലി നേരിട്ടിറങ്ങി റാലിക്ക് മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. കോറോത്തയിൽ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും വാരിയേഴ്സ് ക്ലബ് അംഗങ്ങളും നേതൃത്വം നൽകി. 1500-ാം മിലാദ് മുബാറക്കിന്റെ ഭാഗമായി തൊഴിയൂരിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഖാജ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രവാചകന്റെ കാരുണ്യമുഖം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സ്ഥലം ഖത്തീബ് മുഹ്യുദ്ദീൻ ദാരിമി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. VK റഫീഖ്, ഡോക്ടർ KV സയ്യിദ് മുഹമ്മദ് ഹാജി തുടങ്ങിയവർ ചർച്ച നിയന്ത്രിച്ചു. മുദരിസ് ഉസ്താദ് സുലൈമാൻ ബാഖവി, മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് KB ഹരിദാസ് എന്നിവർ വിഷയാവതരണം നടത്തി. മാധ്യമപ്രവർത്തകൻ KC ശിവദാസ്, മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ പൊട്ടതയിൽ, അഡ്വക്കേറ്റ് KP ബക്കർ, കവിയും എഴുത്തുകാരനും ഹക്കിം വെളിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നജീബ് മാസ്റ്റർ സ്വാഗതവും VK ഫൈസൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ മദർ തെരേസ അനുസ്മരണ ദിനം ആചരിച്ചു. പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സീനിയർ CLC പ്രസിഡന്റ് AJ സജി, അലക്സ് വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ദിവ്യബലി അർപ്പണവും നടന്നു. മദർ തെരേസയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഇടവക അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ചർമ്മം. കുന്നംകുളം മിഷൻ റോഡ് പനക്കൽ ചുമാർ മകൻ സൈമൺ കുഞ്ഞ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 3:30 ആർത്താട്ട് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. പരേതയായ റിട്ടയേർഡ് പോസ്റ്റ് മിസ്ട്രസ് ക്ഷേമ മാത്യു ഭാര്യയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.